ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. എബ്രായ ലേഖനം 4:12. ഈ ആപൽഘട്ടങ്ങളിൽ വചനം മുറുകെ പിടിച്ച് നാം ജീവിക്കണം. നമ്മുടെ കുറേ ആവശ്യങ്ങളും പരാതികളും അടങ്ങുന്ന ഭണ്ഡാരം രാവിലെയും വൈകിട്ടും അഴിച്ചു വെച്ചേച്ച് ദൈവസന്നിധിയിൽ നിന്നും എണീറ്റ് പോരുന്നതല്ല ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് നമ്മോട് എന്താണ് പറയുവാനുള്ളതെന്ന് നാം ഓർക്കണം. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും സത്യവേദപുസ്തകത്തിൽ മറുപടിയുണ്ട്. വചനം ദൈവമാണ്. ഇന്ന് വേദപുസ്തകം തുറന്നു നോക്കാനോ ദൈവശബ്ദം കേൾക്കാനോ പലരും താല്പര്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഇന്ന് നാം ദൈവത്തെ കാണുന്നത് വചനത്തിൽ കൂടിയാണ്. എന്നാൽ ഒരു നാൾ നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ഒരു ദിനം ഉണ്ട്. തീർച്ചയായും അത് വന്നു ചേരും. ശക്തിയുള്ള ദൈവവചനത്തിൽ നാം വിശ്വസിക്കുക, ആശ്രയിക്കുക, ആശ്വസിക്കുക. വചനം നമുക്ക് കരുത്തു നൽകും. വചനം നമ്മെ ജീവിപ്പിക്കും. ഡോക്ടർ ജോസഫ് പാർക്കർ എന്ന വ്യക്തി ലണ്ടനിലെ ഒരു വലിയ പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം തൻ്റെ ഇടവകയിലെ ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: പ്രിയ സ്നേഹിതരെ, ഈ ഇടവകയിലെ ചില യുവ സ്നേഹിതർ അടുത്തയിടെ എൻ്റെ പ്രസംഗത്തെ വളരെയേറെ വിമർശിക്കുന്നു. ഒരു പ്രധാന ചോദ്യം അവർ എന്നോട് ചോദിക്കുന്നു: ഈ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യമല്ലാതെ ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഒന്നുമില്ലേ? ഈ പഴഞ്ചൻ ആശയമല്ലാതെ കാലത്തിന് ചേർന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൂടെ? പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആലോചിച്ചപ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അതിനാൽ ഇന്ന് ഞാൻ വേദപുസ്തകത്തിലെ വാക്യം കൂടാതെ പ്രസംഗിക്കും. എന്നാൽ ശാസ്ത്രം പഠിച്ചവരോട് ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഇടവകയിലെ ഒരു സാധു വിധവയുടെ മകൻ മരിച്ചുപോയി. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, അവർക്ക് അവരുടെ മരിച്ചുപോയ മകനെ ഇനിയും കാണുവാൻ കഴിയുമോ? ശാസ്ത്രം പഠിച്ചവർ മറുപടി തരണം. ദീർഘമൗനമായിരുന്നു ആ സന്ദർഭത്തിൽ അവിടെയുള്ള പ്രതികരണം. പാർക്കർ വീണ്ടും പറഞ്ഞു: ആ സ്ത്രീ ഹൃദയവേദനയിലാണ്. അവൾ മറുപടിക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾ ഉത്തരം നൽകൂ. ആർക്കും മറുപടിയില്ല. അദ്ദേഹം പറഞ്ഞു: എന്നാൽ നമുക്ക് വേദപുസ്തകത്തിലേക്ക് തിരിയാം. അദ്ദേഹം വേദപുസ്തകം തുറന്നു. താഴെ പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു: ഇപ്പോഴോ ഞാൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. 2 ശമൂവേൽ 12:23. അതിനുശേഷം മരിച്ചവരെക്കുറിച്ചുള്ള ഭാഗം കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും പുരോഹിതൻ വായിച്ചു. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. 1 കൊരിന്ത്യർ 15:52 മുതൽ 54 വരെ. വീണ്ടും ഈ പുരോഹിതൻ ഇങ്ങനെ തിരുവെഴുത്തുകളെ വായിച്ചു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന ദൈവവചനം ആ സ്ത്രീക്ക് ആശ്വാസം നൽകി. ശാസ്ത്രത്തിനോ തത്വജ്ഞാനത്തിനോ ഉത്തരം നൽകാൻ കഴിയാത്ത പലതും ദൈവവചനത്തിലുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതെന്നും സമാപനമായി ആ പുരോഹിതൻ പറയുകയുണ്ടായി. ജീവിതത്തിലെ ഏത് നീറുന്ന പ്രശ്നങ്ങൾക്കും വേദപുസ്തകത്തിൽ മറുപടിയുണ്ട്. വചനം സൗഖ്യമാക്കുന്നു. വചനം അണ്ണാക്കിന് മധുരം, കാലിന് ദീപം, പാതിക്ക് പ്രകാശം, ഹൃദയത്തിന് ആനന്ദം. വചനം ആത്മാവും ജീവനും നൽകുന്നു. വചനം വിശുദ്ധീകരണം നൽകുന്നു, രക്ഷ നൽകുന്നു, കൃപ നൽകുന്നു,
ശക്തി നൽകുന്നു, പുതുജീവൻ നൽകുന്നു, പ്രാണനിലേക്കും ആത്മാവിനിലേക്കും സന്ധിമജ്ജകളിലേക്കും തുളച്ചു കയറി രൂപാന്തരം വരുത്തുന്നു. കർത്താവിൻ്റെ സർവായുധ വർഗമായ ഈ വചനമാകുന്ന വാൾ കരത്തിലേറി ലോകമാകുന്ന യുദ്ധക്കളത്തിലിറങ്ങി സാത്താനാകുന്ന ശത്രുവിനെ തോൽപ്പിച്ച് നല്ല പോർ പൊരുതി ഓട്ടം തയ്ക്കാം. അങ്ങനെ ജീവകിരീടത്തിന് നമുക്കും അവകാശികളാകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com